തിരുവനന്തപുരം മണ്ഡലത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രം പറയുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് ആനി മസ്കറീൻ. മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി പാർലമെന്റിലേക്ക് എത്തുന്ന MP, കേരളത്തിലെ ആദ്യ വനിതാ MP-ക്ക് അങ്ങനെയുള്ള വിശേഷണങ്ങൾ ഏറെയാണ് ആനി മസ്കറീൻ. ആനി മസ്കറീൻ കേരളം കണ്ട ഏറ്റവും വലിയ ധീരമായൊരു വനിതയാണ്. 1952 ആദ്യ ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആനി മസ്കറീൻ MP ആയി പാർലമെന്റിലെത്തി. 68,117 ആയിരുന്നു അന്നത്തെ ഭൂരിപക്ഷം. ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടിയാണ് ജയിച്ചത് പാർലമെന്റിൽ അവർ നല്ല പ്രസംഗങ്ങളാണ്, അവരൊക്കെ പെർഫോമൻസ് ഭയങ്കര പെർഫോമൻസാണ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 10 വനിതകളിൽ ഒരാളായിരുന്നു ആനി മസ്കറീൻ എന്നത് മറ്റൊരു അത്ഭുതം. അവർ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എലക്ട് ചെയ്തു. ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അവിടെ അവർ ഭയങ്കരമായിട്ട് എന്തിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ള ഈ രാജാക്കന്മാരെ ഭരണമൊക്കെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ധീരമായ പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത്. ഒന്നാം ലോക്സഭയിൽ ഉയർന്നുകേട്ട ആനി മസ്കറീനിന്റെ ശബ്ദം 1952 നിന്ന് 2024 തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ പിന്നീട് ഇങ്ങോട്ട് ഒരു വനിതാ MP പോലും തിരുവനന്തപുരത്ത് നിന്നുണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.